മോളെ, എന്നാ ഇനി വൈകിക്കണ്ട, ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടെ നിന്നും പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വരട്ടെ. ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയചന്ദ്രൻ നായർ കൂടിയുണ്ട്. വിളിക്കാൻ രമേശൻ പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ, ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയചന്ദ്രൻ നായരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല, അതാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല എന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടന്തരോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞേടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശൊക്കെ ആയപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറുണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി താൻ. അത്ര ദ്രോഹമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട. ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന അഭിപ്രായം പറയണ്ട. അതെ, എത്തിട്ടോ. അജയനെത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട്. ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജയന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ? എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അത് 4 പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പ് മേളോ മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടി പൊടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല ജയ, അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അജയേട്ടൻ തീരുമാനിച്ച ഉത്സവം അജയേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മനസ്സിലാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ? അതിപ്പോ തന്നെ ആവാം. രവീന്ദ്രനും അജയേന്ദ്രൻ നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം എന്ന് കരുതി അത് തീർക്കേണ്ട അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പേ, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ, പ്രായം നോക്കില്ല, അടിച്ച് ചെവിക്കല്ലേ ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയേന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ, ഈശ്വര നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റുമോ? പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ? അത് തന്നെ. ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയേന്ദ്രൻ നായർ തന്നെയാ. സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയേട്ടൻ ഇനി ഈ നാട്ടിൽ ഒരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം. നമുക്ക് തന്നെ പിടികിട്ടാത്ത സ്വഭാവമാണ് അച്ഛാ. ഇപ്പൊ ഗൾഫിലായിരുന്നപ്പോ ദിവസവും 2-3 തവണ വിളിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്ന എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോ മിണ്ടാനും വീട്ടിലിരിക്കാനും കൂടി നേരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനീ കഷ്ടപ്പെടുന്നതെന്ന മറുചോദ്യം. വല്ലപ്പോഴും ടൗണിൽ കൊണ്ടുപോയി പേരിന് കുറെ ഐസ്ക്രീമും ഭക്ഷണവും വാങ്ങിച്ചു. അത്യാവശ്യം കാശും സൗകര്യമുള്ള ആളുകൾ അങ്ങനെയാ രശ്മി. മക്കളെയും ഭാര്യയും സ്നേഹിക്കാൻ സമയമില്ലാന്ന് തോന്നുമ്പോൾ അതിനുള്ള എളുപ്പവഴിയല്ലേ പുറത്തേക്ക് കൊണ്ടുപോകലും ഹോട്ടൽ തീറ്റയും. സ്വന്തം കുടുംബത്തെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കിട്ട് കഴിക്കണ സുഖം അതിനില്ലാന്ന് അവർക്കറിയില്ല. എന്താ ഇവളുടെ കല്യാണക്കാര്യം? ചെറുമംഗലം കാവിലെ ഉത്സവത്തിന്റെ പിറ്റേന്ന മുഹൂർത്തം കുറിച്ച് കിട്ടിയിരിക്കണേ. ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് പോന്നോളണം എല്ലാവരും. ഇനി വാശി പിടിച്ച അജയേട്ടൻ വരാതിരിക്കും എടുത്തി? അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വന്ന് നേരിൽ കണ്ടു പറഞ്ഞോളാം. അങ്ങനെ അറുത്ത് മാറ്റാനുള്ള മനസ്സുറപ്പൊന്നും അവനില്ല. ഈ കുന്നംകുളം ദേശമംഗലം വരവൂര് ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് വെടിക്കെട്ടുകാരാ. ഏക്കർ കണക്കിന് പറമ്പിൽ നേർന്നിങ്ങനെ കിടക്കല്ലേ പലതരത്തിലുള്ള അമുട്ടും ഗുണ്ടും ഡേനയും. ചെല്ലുക, ഏതൊക്കെ തരാ വേണ്ടെന്ന് തീരുമാനിക്കുക, വെടിക്കെട്ടുകാരനെ ഏൽപ്പിക്കുക. അവര് വന്ന് പടപെടാതെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ. അത് തന്നെയാ നമുക്ക് വേണ്ടത്. നമുക്ക് ആ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ആള് തന്നെ വേണം. ശരിയാ, അതാവുമ്പോ പറയാനൊരു ഗമയുണ്ട്. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ?
അവൻ എന്ത് ശമ്പളം കാണും? 3500 4000 രൂപ വേണം. എന്ത് 4000 രൂപ. കമ്പനി വക ഫ്ലാറ്റും കാറും 5 ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. ദാ ഇവന് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെയുള്ള പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാൽ തീരില്ലേ. ഒരാളിങ്ങനെ ആട്ടോ ഡ്രൈവർ, വേറൊരുത്തെന്താ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ആപ്പറേറ്റർ. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് വെക്കണം. വെടിക്കെട്ടൊക്കെ നടത്തി പരിചയമുണ്ടല്ലോ അല്ലേ? ഇതാരാണ് കുറുപ്പേ? കമ്മിറ്റി പ്രസിഡന്റാ അജയ് ചന്ദ്രൻ നായർ. വെറുതെ അല്ല വിവരക്കേട് എഴുന്നള്ളിക്കണത്. കുറുപ്പേ, ഇയാൾ ആള് ശരിയല്ല. ഒരു വെടിക്കെട്ടുകാരന് ഇത്ര അഹങ്കാരം പാടില്ല. ശരിയാ, അജയേട്ടനെ അഹങ്കരിച്ചാൽ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ വെടിക്കെട്ടുകാരൻ? നമ്മളവിടെ റോള് കണ്ടിട്ടാ നായര് പൊറിഞ്ചൂന്ന് കേട്ടിണ്ട. അങ്ങനെ ഒരാൾ അന്വേഷിച്ചാണല്ലോ ഞങ്ങൾ വന്നത്. ആ ഗടി നമ്മടെ അപ്പനാണ്. ആ ആളാ പോയി 4-5 കൊല്ലം മുമ്പ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കിട്ട് അമ്മട്ടിന് തിരികൊളുത്തിട്ട് തിരിച്ചടന്നപ്പോ നമ്മടെ അപ്പന് ഒരു ഡൗട്ട്, തീ ശരിക്ക് പിടിച്ചിട്ടുണ്ടോന്ന്. നേരെ ചെന്ന് കുറ്റിയുടെ ഉള്ളിലേക്ക് തല നീറ്റൊരു നോട്ടനടും അപ്പന്റെ തല മുകളിലേക്ക്. എന്നിട്ട് അപ്പനെന്തെങ്കിലും പറ്റിയോ? അമ്മട്ടിനൊപ്പം അപ്പന്റെ തലയൊന്ന് വിരിഞ്ഞു. ഇതേത് ഇയാള് അമ്മട്ടിനൊപ്പം തല പോയപ്പോ ജീവൻ ഉണ്ടാവോ? ഇങ്ങോട്ട് വാ. മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവിന്റെ വരെ വെടിക്കെട്ടെന്ന് പറഞ്ഞ നമ്മടപ്പം പൊറിഞ്ചാണ്. 2 വയസ്സുള്ളപ്പോ അപ്പന്റെ ഒപ്പം പൂരപ്പറമ്പ് നിരങ്ങാൻ തുടങ്ങിയവനായി ഈ ഇനാശു. കൊച്ചുകുട്ടികള് ബലൂണും കളിത്തോക്കും പൊട്ടിച്ചു കളിക്കുമ്പോ നമ്മടെ അപ്പം നമ്മടെ കയ്യിൽ വെച്ച് തന്നത് ഈ ഡൈനോ കുട്ടികളാ. ചാവാണെങ്കിലും നമ്മടെ അപ്പം ചത്തോലെ ചാവണം. നടക്കും ഏതെങ്കിലും ഒരു പൂരത്തിന് ഈ നാശിനുള്ള അമിട്ട് വിരിയും. അതിനെന്തിനാ പൂരം? ഒരു ഡൈനി എടുത്ത് തീ കൊടുത്തിട്ട് നെഞ്ചോടെ ചേർത്ത് പിടിച്ച പോരെ? തല മാത്രമല്ല ഒടലോടെ വിരിയൂലേ? നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാലോ? സീസണാ, വേറെ ആളുകൾ ബുക്ക് ചെയ്ത് പോയാൽ കൊടുക്കും. അതാണ്. ഏതൊക്കെ പൂരങ്ങളുടെ ലിസ്റ്റാ ഈനാശു പറഞ്ഞത്? മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവ്. മതി 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 മതി. ഇനി ഈനാശുവിന്റെ ആ ലിസ്റ്റിലെ ഒരു പേരും കൂടി അങ്ങോട്ട് ചേർത്തോളൂ. ചെറുമംഗലം പൂരം. അതുറപ്പല്ലേ? ഈ നാശുവിന്റെ ഡൈനക്കുറ്റികൾ മോളിൽ കിടന്ന് പടയ്ക്കുമ്പോ ചെറുമംഗലം വറയ്ക്കും. ഐശ്വര്യ അഡ്വാൻസ് അതാണ്. ഈ തറവാട്ടി പറഞ്ഞ നായന്മാർ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട അത് നടത്തും. ഈ നാശു എത്ര കണ്ടത്? അപ്പോ ചെറുമംഗലം പൂരത്തിന് ഒന്ന് വേഗം അവിടെ ആ കമ്മിറ്റി ഓഫീസിലേക്ക് വെച്ചോളോ. ഡൈനോള് പ്രത്യേകം വെക്കണം കേട്ടോ. അതുമേലെ ഈ നാശു പൊരിക്കാൻ പോണത്. ആനാ വെടിക്കാരൻ പൊട്ടൊന്നും തോന്നണല്ലേ? 24 നിലയ്ക്കാ പടയ്ക്കാൻ പോണേ. കളിക്കല്ലേ കളി. ദീനശുണ് ചെറുമംഗലം ഞാൻ പൊളിക്കും. റോള് നമസ്കാരം ഉണ്ട്. നമ്മുടെ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് പൂശുന്നൊരു നമ്പർ ഉണ്ട്. അത് അപ്പന്റെ ട്രേഡ് മാർക്കാണ്. അത് ഈ വെടിക്കിട്ട് ഞാൻ അടുത്ത് പൂശുട്ടാ. ഈ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കണ നിലയമിട്ടില്ലേ, ഒന്നീന്ന് പൊട്ടണത്. അവസാനി തരിപ്പടക്കം അതോരെണ്ണെടുത്ത് പടയ്ക്കും. പിന്നെ പൂശി പടയ്ക്കും. എന്തായി കുറുപ്പേ കാര്യങ്ങൾ? മഴ ചതിക്കോ? ചതിച്ചത് വേറെ ആളാ. കടം പേറ്റേണ്ട കുന്നുമ്മൽ പരശുരാമൻ ദേ ഇപ്പൊ വരില്ലാന്ന് ഫോൺ വന്നേക്കും. പരശുരാമൻ വരില്ലേ? ഇവിടുന്ന് വേണ്ടപ്പെട്ട ആരെ വിളിച്ച് വിലക്കിന്ന് എനിക്ക് തോന്നണത്. അതാരാ? വേറെ ആരാവൻ? ഇവിടെ പതിവായി ഉത്സവം നടത്തുന്ന ആളില്ലേ, അയാള് തന്നെ. അതെ, ഉത്സവത്തിന് തിരക്കില്ല, ഞാൻ വിളിക്കാം. ഇനിയിപ്പൊ തടം പേറ്റാൻ ലക്ഷണത്തൊരു കൊമ്പൻ എവിടുന്ന് കിട്ടുന്നുണ്ട് ഈശ്വരാ? എന്തുട്ടാ ഇഷ്യൂ? ആനയില്ലേ? ഈ മച്ചാട് മാമക്കത്തിന് ആനയില്ലട്ടാ. നല്ല ബെസ്റ്റ് കുതിരകളാണ്. ഒരു 10-18 അടി പൊക്കമുള്ള ഒരു ജാമണ്ട കുതിരയാണ് ഈ നാശോർപ്പടക്കാൻ. എന്തേ നേരെ കുതിരേണ്ട ബെസ്റ്റ്. കുറുപ്പേ, കാര്യങ്ങളൊക്കെ ഗംഭീരാവുന്നില്ലേ? ഒരാനയെ മുടക്കിന്ന് കരുതി ചെറുമംഗലം ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കാതൊന്നും ഇരിക്കില്ല രവീന്ദ്ര. അത് നീ മറക്കണ്ട. പൂരം നടത്താൻ തീരുമാനിച്ചത് അജയചന്ദ്രൻ നായരാ കുറുപ്പ്. കാശ് എത്ര മുടക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തലയെടുപ്പുള്ള കൊമ്പൻ തന്നെ ഭഗവതിയുടെ തിടമ്പേറ്റും മോനെ. പിടിച്ചോ ചെമ്പൂത്ര ഗണപതി എന്ന് പറഞ്ഞൊരു കൊമ്പൻ. അങ്ങനെ താനുണ്ടോ? നല്ല ചെമ്പ് സാധനല്ലേ? കഴിഞ്ഞ മാസം തെച്ചിക്കോട്ട് പൂരത്തിനും പാപ്പാനെ 3 നാളും കുത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചെങ്ങലിയമ്മ അടിക്കണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ. ഒന്ന് നോക്കിയല്ലോ. പറയോടത് അടിക്കാരാ, ഇല്ലെങ്കിൽ നമുക്ക് കുതിര തന്നെ ആക്കിയാലോ. വെറുതെ പോത്തി പറയല്ലേട്ടാ. എന്റെ അപ്പം പൊറിഞ്ചു പണ്ട് ഫുൾ പൂരം കൊട്ടേഷൻ എടുത്തിരുന്ന ആളിന് പോയി കഥന നടക്കണോ. അതെന്തുണ്ട്? അല്ല അജയേന്ദ്രൻ നായരെ, അനിയത്തിനെ കല്യാണമായിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങ. അച്ഛനാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേ മധ്യസ്ഥതയ്ക്കാ? അല്ല, അജയേന്ദ്രൻ നായരുടെ പെങ്ങളുടെ കല്യാണം ആവുമ്പോ അത് ചെറുമംഗലം ഭഗവതിയുടെ പൂരത്തേക്കാ കേമാവണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സംശയിക്കണ്ട ഷാരടിയെ, അജയേട്ടന് കല്യാണത്തിനേക്കാൾ വലുത് പൂരം തന്നെയാ അല്ലേ? നിങ്ങൾ കുറച്ചുപേരെ സഹകരിച്ചില്ലെങ്കിലും ഇത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്റെ അപ്പന്റെ ട്രേഡ് മാർക്കാണ് കുഴിമിന്നി. അതിനുള്ള കുഴി എവിടെ കുത്തുക? എന്റെ നെഞ്ചത്ത് കുത്തടാ. എവിടെ? അയ്യോ, ഈ സ്ഥലം പോരാ.
ആ എത്തിയോ? എന്താ ഉണ്ണീഷണ വൈകിയേ? കട തുറന്ന് സാധനം കിട്ടണ്ടേ? ആ ഷാരടി വരിക. നാളെ ഞാൻ ഉണ്ടാവില്ല അച്യുതൻ നായർ, അതുകൊണ്ട് തലേദിവസം വരാന്ന് കരുതി. അത് മോശമായില്ലോ ഷാരടി. നിവർത്തിയില്ലല്ലോ, ഉത്സവല്ലേ. ആ കൈ എന്താ ഇത്? ഇരിക്കട്ടെ. ഇതൊന്നും വേണ്ട. ക്ഷണിക്കാൻ വന്നപ്പോഴേ സമ്മാനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ല. എന്നാലും ചെലവ് ഒരുപാട് വരില്ലേ? അജേന്ദ്രൻ നായർ കല്യാണമായിട്ട് സഹകരിക്കാത്ത സ്ഥിതിക്ക്. അവൻ ഷാരടിയോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഷാരടി കൂടുതൽ വിഷമിക്കാൻ നിൽക്കണ്ട. ദേവസി, എന്തോ അജയൻ അന്ന് കൊണ്ടുവന്ന കുപ്പിയിലെ അടിയിൽ ലേശം കാണും, അത് ഷാരടിക്ക് എടുത്തു കൊടുക്ക്. ചെല്ല, അതങ്ങോട്ട് കഴിക്കാം. ഒക്കെ നന്നായി. താനെ പിടിക്കാത്ത അവിടെ നിൽക്കുക. ഒന്ന് ചെനക്കി നോക്കിയതാ, കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നറിയാം. കാര്യം പൂരായതുകൊണ്ട് പകല് മുഴുവൻ അമ്പലത്തിൽ തിരക്കാവും. എന്നാലും അളിയനൊന്ന് വന്നു നോക്കി പോവായിരുന്നു. അയ്യോ, രശ്മിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അതിനെന്താ, വീട്ടിലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന രാധേ. എന്നാലും പഴയ രശ്മി അല്ലല്ലോ ഇപ്പോ. അജയേട്ടന്റെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? കെട്ടിന്റെ സമയത്തെങ്കിലും അജയേട്ടൻ വരുമോ രശ്മിയെ? അറിയില്ല രാധേ, ഒന്നും പറഞ്ഞില്ല. ഞങ്ങള് രണ്ട് പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു കൂടപ്പറപ്പാ. പറഞ്ഞിട്ടെന്താ, ആങ്ങളയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. അജയേട്ടൻ അങ്ങനെ ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. അതൊന്നും പറയണ്ട. അജയേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കാലായി? നീ ടിൻഡോടത്തേക്ക് വന്ന് രണ്ട് തവണ, അതും പിള്ളേർക്ക് ഇത്തിരി ചോക്ലേറ്റ് ഉടുപ്പായിട്ട് മാത്രം. സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ അജയേട്ടൻ? ശിവേട്ടൻ വാങ്ങാൻ കൂട്ടാ കഴിഞ്ഞിട്ടല്ലേ? അതാണുങ്ങൾ തമ്മിലുള്ള കാര്യം. ഫണ്ടായിട്ടോ ബിസ്ക്കറ്റായിട്ടോ ഒരിത്തിരി പൊന്നു തന്നാ ഞാൻ വേണ്ടാന്ന് പറയോ? ശിവേട്ടൻ അത് വിലക്കാലും ഞാൻ അത് വാങ്ങുന്ന അജയേട്ടനെ നന്നായിട്ട് അറിയാം. പിന്നെന്താ തരാത്തെ? നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്റെ കാര്യം പോട്ടെ, നിനക്ക് തന്നോടി ഒരു തരി പൊന്ന്. ദേ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അങ്ങോട്ട് മാറി. അത്യാർത്ഥിയുടെ കൂടെ രാധേച്ചി, ഇപ്പഴെന്നല്ല എല്ലാ കാലത്തും ഇങ്ങനെയാ. ഒരാളുടെ കയ്യും പിടിച്ച് അവൾ ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചതാ ഈ പണവും സ്വർണമൊക്കെ. ഇനിയത് വേറെ ആൾക്ക് വേണ്ടി എടുത്തു വയ്ക്കാനില്ല. ഇതാ കൊടുത്തേക്ക് അവൾക്ക്. കാശുകാരനായ ഒരു ആംഗ്ലയുടെ ഉത്തരവാദിത്തം തീർക്കാനാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. നിന്റെ ചെറുക്കനെ ഞാൻ കണ്ടു, കൊള്ളാം, സുന്ദരനാ, നിനക്ക് ചേരും. അവനോട് പാസ്പോർട്ട് എടുക്കാൻ പറയണം. അവനൊരു ജോലി ശരിയാക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എടി പോത്ത, എന്തിനാടി കരയണത്? നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. ഇതിപ്പോ DTP ഓപ്പറേറ്റർ ആണെങ്കിലും വേണച്ച MBA എടുക്കാലോ. എന്തി നീ എന്താടി മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? നിന്റെ കല്യാണ സമയത്ത് ഞാൻ ദുബായി പോയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഏട്ടന് പറ്റില്ല. ആ കുറവ് ഞാനിന്ന് തീർക്കുക. ഇതേ പന്തലിലേക്ക് ഇറക്കി വിടുമ്പോ നിന്റെ ഗമയ്ക്ക് ഒരു കുറവും വേണ്ട. ഇപ്പൊ എന്തായി? സമയാകുമ്പോ അജയേട്ടൻ വന്ന് എല്ലാവർക്കും തരാനുള്ള തന്ന് സ്വന്തം കടമ തീർക്കുന്നു ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ലല്ലോ. സത്യം. ഹലോ ഹലോ, അതെ അജയനാ. ഷാർജയില് എന്താ പ്രശ്നം? എന്താ രവീന്ദ്ര? അജയൻ എവിടെ? ഇവിടെ വന്നതും അമ്പലത്തിൽ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. എന്താ? അമ്പലത്തിൽ എത്തിയിട്ടില്ല. എന്താ പ്രശ്നം? ഉത്സവത്തിന് വെടിക്കെട്ടിന്റെ ഇടയിൽ വലിയ അപകടം ഉണ്ടായി. 3-4 പേര് മരിച്ചതൊക്കെ കേൾക്കണത്. എന്റെ ഭഗവാനെ, വെടിക്കെട്ട് നടത്താൻ വന്ന ഈനാശു ലൈസൻസ് ഇല്ലായിരുന്നു. അവന്റെ ചേട്ടൻ ലാസറിന്റെ പേരിലെ ലൈസൻസ്. ഈനാശു തട്ടിപ്പാന്നാ പറയണത്. കമ്മിറ്റി പ്രസിഡന്റ് അജയൻ ആയതുകൊണ്ട് പോലീസ് അജയന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും.
ആളുകൾ മരിച്ചതുകൊണ്ട് അറസ്റ്റ് ഉറപ്പാ. ചെറുമംഗലം വെടിക്കെട്ട് അപകടത്തിൽ വെടിക്കെട്ട് നടത്തിപ്പുകാരൻ കീഴേക്കാട്ട് ഈനാശുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അപകടത്തിനിടയാക്കിയ വെടിമരുന്ന് ശാല അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടു. തനിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും വെടിക്കെട്ട് നടത്തുവാൻ കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ നായർ തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്ന് ഈനാശു കോടതിയെ ബോധിപ്പിച്ചു. ഇതിനിടയിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ നായർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം മുതൽ അജയ് ചന്ദ്രൻ നായർ അപ്രത്യക്ഷനാണ്. ഈനാശുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീ പേടിക്കുന്ന പോലെ അവനെ പിടിച്ച് ജയിലിലിടൊന്നുമില്ല. കോടതിയിൽ നിന്ന് നേരിട്ട് ജാമ്യം എടുക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടാ ഞങ്ങൾ വരണേ. ഇതിപ്പോ 2 ദിവസമായില്ലേ അച്ഛാ. എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ഞാൻ സമാധാനത്തോടെ ഇരിക്കുക. ഒന്ന് ഫോണിൽ വിളിക്കെങ്കിലും ചെയ്യാറുന്നില്ലേ? അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണമില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്ത ആളാ. ഇനി അറസ്റ്റ് നാണക്കേട് ഓർത്ത് എവിടേക്കെങ്കിലും മാറുന്നതാവൂ. അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവൻ കരുതി കൂട്ടി ചെയ്തതൊന്നുമല്ലല്ലോ. ഉത്തരവാദിത്തം കമ്മിറ്റിക്കാർക്ക് മുഴുവനുണ്ട്. ഏയ്, കമ്മിറ്റിക്ക് ഇനി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഷാരിഡി പറഞ്ഞ അതിന്റെ കാര്യം. ഒരു അപകടം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാണ്ട് രാത്രിക്ക് രാത്രി സ്ഥലമിടാൻ വേണ്ടത്. മരിച്ചവരുടെയും പരിക്ക് പറ്റിയവരുടെയും കോമ്പൻസേഷന്റെ കാര്യത്തിൽ കോടതിക്ക് പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റ് ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. അതല്ലെങ്കിൽ കേസിന്റെ പുറകെ എല്ലാവരും തൂങ്ങേണ്ടി വരും. എന്റെ ഭഗവതി, ഇങ്ങനെ പറ്റിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അജയ് ചന്ദ്രൻ നായരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നില്ല. ഹലോ, ആ അജയേട്ടനാ, അജയേട്ടനാ. ഹലോ, എവിടെന്നാ? ആണോ? കണ്ടോ, ന്യൂസ് കണ്ടോ? ഓക്കെ 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 അജയേട്ടാ, ഓക്കെ ശരി അജയേട്ടാ. എന്താ എല്ലാരും പറഞ്ഞത്? അജയേട്ടൻ മുങ്ങിയതാണെന്നോ? ബിസിനസിന്റെ കാര്യത്തിൽ എന്തോ അത്യാവശ്യം വന്നപ്പോ പെട്ടെന്ന് ആള് ഗൾഫിലേക്ക് പോയതാ. ടിവിയിലെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇവിടുത്തെ പുകിലുകളൊക്കെ അറിയണത്. ഗൾഫിൽ പോയെന്നാ? വീട്ടിൽ പോലും പറയാതെ? അജയൻ എന്താ പറഞ്ഞേ? നാളെ കഴിഞ്ഞ ആളിങ്ങ് എത്തും കുറിപ്പേട്ടാ. അതോടെ എല്ലാത്തിനും പരിഹാരമാവും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് അജയേട്ടൻ ഏറ്റു. എന്താ ഇത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ദുബായ് വരെ പോയേണ്ടി വന്നു. പോയി. കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനും യാത്ര ചോദിക്കാനും പറ്റിയില്ല. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണം? എത്ര നിസ്സാരായിട്ടാ പറയണേ. ഇവിടുന്ന് ടൗണിൽ പോയി എന്ന് പറയും പോലെ എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നില്ല. ഓ എടി, ദുബായ് എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര ദൂരത്തൊന്നുമല്ല. ഒരു പ്ലെയിനെ കയറി കഴിഞ്ഞാൽ 3.5-4 മണിക്കൂർ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണം അതിലും കൂടുതൽ സമയം. അജയേട്ടൻ എല്ലാം തമാശയാ. അതുകൊണ്ടല്ലേ ഇപ്പൊ പോലീസും കേസുമായിട്ട് നടക്കേണ്ടി വന്നത്. എന്ത് കേസ്? ഞങ്ങൾ ഇപ്പൊ തന്നെ കോടതി പോയി ജാമ്യം എടുത്തിട്ടില്ലേ വരുന്നത്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. അമ്പലവും വെടിക്കെട്ടും ഒന്നും. ഏതായാലും നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ കുറച്ച് രൂപ ആ പോലീസുകാർക്കും കൊടുത്തേക്ക്. FIR അത്ര സ്ട്രോങ് ആയി എഴുതാഞ്ഞത് അജയൻ സാറ് ശരിക്കും കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത്. പോലീസുകാരനെ മാത്രമല്ല, SI തൊട്ട് മുകളിലുള്ള സകലരെയും ശരിക്കും കാണേണ്ടി വരും. എന്നാ പിന്നെ രമേശൻ ചെല്ല്. അല്ല, ഏറ്റുമാനൂരുകാര് പലതവണയായി വിളിക്കണത്. എന്താ വേണ്ടേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, തീരുമാനിക്കാം. എന്താ പറഞ്ഞെന്ന്? പോവുക. കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പാ, താൻ എന്താ അജയ ചോദിക്കണേ? ഇനിയും ലോൺ എൻഹാൻസ് ചെയ്ത് തരാനോ? പലപ്പോഴായിട്ട് കൂട്ടി തന്നിട്ട് ഇപ്പൊ അത് 75 lakhs അടുത്ത് എത്തിയിട്ടുണ്ട്. അറിയോ? അറിയാം. പക്ഷെ സാർ എന്നെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യണം. എൻ്റെ തിരുപ്പതി ഭഗവാനാണ് നടക്കാത്ത കാര്യം താനീ പറയണേ. ഇപ്പോഴുള്ള ലോൺ തന്നെ ഒരൊറ്റ തവണ പോലും താൻ തിരിച്ചടച്ചിട്ടില്ല. 40 ലക്ഷം രൂപ താനിവിടെ ഇട്ട ബലത്തിലാ ഞാനിതൊക്കെ അനുവദിച്ചു തന്നത്. ഇപ്പൊ അതുകൂടി പിൻവലിച്ച സ്ഥിതിക്ക് എൻ്റെ വൈക്കത്തപ്പനാണേ ഒരു രക്ഷയില്ല. ഏത് കണ്ണുപൊട്ടം കണ്ടാലും മിനിമം ഒരു 10-70 ലക്ഷം രൂപ വില മതിക്കുന്നതിന്റെ വീടും പറമ്പ് ഞാനോട് ഈട് തന്നിട്ടില്ലേ? അതൊക്കെ ജപ്തി ചെയ്തിട്ട് ബാധ്യത വസൂലാക്കാച്ച അത്ര എളുപ്പമുള്ള കാര്യമാണോ അജയ? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഗൾഫിൽ ഒരു ബിസിനസ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കുറച്ച് പണം അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ FD പിൻവലിച്ചത്. അല്ല, പോരാത്ത കാശ് സാർ ആ ലോണിലൊന്ന് ആഡ് ചെയ്ത 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചടച്ചേക്കാം. എന്റെ ശ്രീപത്മനാഭ, അപ്പൊ ഗൾഫിലെ തന്റെ ബിസിനസ് ഒന്നും റണ്ണായിട്ടില്ല എന്നർത്ഥം. ഒരു ചെറിയ ലൈസൻസിന്റെ പ്രശ്നം, അത് ഉടനെ ശരിയാവില്ലേ? എന്നെ പോലുള്ള മാനേജർമാര് നിങ്ങളെപ്പോലെ ചില ബിസിനസ്സുകാരെ അങ്ങോട്ട് വിശ്വസിക്കും. കൊടുത്ത പണത്തിന്റെ പലിശ പോലും തിരിച്ചടയ്ക്കാൻ പോണില്ല എന്ന് അറിയുമ്പോഴാ ചതി പറ്റിയെന്ന് മനസ്സിലാവും. ഈ ദൈവങ്ങളൊക്കെ നിരന്നിരുന്ന് കടാക്ഷിക്കണോണ്ടാ എന്റെ സർവീസ് ബുക്കിൽ ഇതുവരെ റെഡ് മാർക്ക് വീണിട്ടില്ല. നായരായിട്ട് അത് ഉണ്ടാക്കരുത്. ഇവിടുന്ന് ഇറങ്ങിയ ജീവിച്ചു പോവാൻ പെൻഷൻ തന്നെ വേണം. ഇനിയുള്ള കാലം പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് കൈ നീട്ടാൻ തയ്യാറല്ല. അതുകൊണ്ട് ആദ്യം അനുവദിച്ച ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുക. സർ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഒരുപാട് ഇപ്പൊ തന്നെ ആലോചിച്ചതാ. ലോൺ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയില്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പനാണെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം ഞാൻ. കഴിഞ്ഞ മകരത്തിൽ എൻ്റെ ദശ മാറി.
ശനിയാ, അതും കണ്ടകൻ കൊണ്ടേ പോവൂ. പക്ഷെ താനായിട്ട് അതിന് ആക്കം കൂട്ടരുത്. തനിക്ക് പേതാദശ അറിയില്ല സാർ. എന്നാ ഒന്ന് നോക്കിച്ചോളൂ. വല്ല കുഴപ്പം പിടിച്ച കാലാച്ച എന്തെങ്കിലും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. ഈ ജാതകം എന്നൊക്കെ പറയണത് വലിയ സത്യ. എന്തെങ്കിലും കുഴപ്പം വരാൻ നേരത്തെ ആ മനുഷ്യന്മാരിതൊക്കെ നോക്കുക. അപ്പം പിന്നെ പിടിച്ചാൽ കിട്ടാത്ത കാലമായിട്ടുണ്ടാവും. ആഞ്ജനേയാ. അജേട്ടാ ഫോൺ. കാര്യം എന്താണെന്ന് ചോദിക്ക്. ഞാനിത് തിരക്കില്ലാന്ന് പറ. ആ കമ്മ്യൂണിറ്റി ഹാള് പുതുക്കി പണിയാൻ അജേട്ടൻ കൊടുത്ത ചെക്ക് മടങ്ങിയെന്ന്. നല്ല ബെസ്റ്റ് പാർട്ടീസ്. ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയണ്ടേ? ഞാൻ ഈ SB അക്കൗണ്ടിൽ അങ്ങനെ പണം സൂക്ഷിക്കാറില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കും. ചെക്ക് എപ്പോൾ റീസബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്ത് പ്രശ്നം? നിങ്ങളോട് പറഞ്ഞ കാശ് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുമോ? ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ആളല്ലേ. ഓക്കെ. ആര് വിളിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചാടി കയറി പറയാൻ നിൽക്കണ്ട. ഒരു പരിധി വിട്ടാ പിന്നെ ഈ പിരിവുകാരൊരു ശല്യ. അജേട്ടൻ എന്തായി തരണേ? നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പോയാ മതി. ഒതുക്കി വെക്കാൻ ഞാൻ തന്നെ വേണ്ടേ? നിന്റെ ഒതുക്കല് തന്നെയാ ഈ പ്രശ്നം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരില്ല. ഇങ്ങനെ കുത്തി മറിക്കണോ? എന്താ വേണ്ടത്? ജാതകം. എന്റെ അമ്മ ഞാൻ ജനിച്ചപ്പ താളിയോലയിൽ എഴുതിപ്പിച്ചൊരു ജാതകം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇന്നേ വരെ ജാതകം അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് മനുഷ്യനും സ്വന്തമായിട്ടൊരു ജാതകം ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കല്യാണത്തിന് വരെ ജാതകം നോക്കണ്ടെന്ന് പറഞ്ഞ ആളാ. അതിന്റെ കുഴപ്പം തന്നെ ഞാൻ അനുഭവിക്കണത്. എന്താ പറഞ്ഞ? ഒന്നുമില്ലേ, ആനച്ചെവിയും വിടത്തിങ്ങനെ നോക്കി നിൽക്കാതെ തപ്പടി. ഇതിപ്പോ ഏത് പണിക്കരെ കൊണ്ടാണോ വായിപ്പിക്കാൻ പോണത്? എന്താ നിന്റെ സ്വരത്തിലൊരു പൂജ്ഞം? ഒന്നുമില്ല. എടീ, എന്തിനും ഏതിനും എതിര് നിൽക്കാൻ ഒരുപാട് പേരാ ചുറ്റും. അതിനിടെ കൂടെ ചൊവ്വയും ശനിയും കൂടി എതിര് നിന്നാ ശരിയാവില്ല. പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചിലത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആ, നീ എന്താ വൈകിയത്? ലക്ഷ്മിയുടെ അടുത്ത് പോയതാ. അവളുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ആയി. അതെയോ? അച്ഛാ, നെക്സ്റ്റ് മന്ത് 10th 8th പോയി അഡ്മിറ്റ് ആവണം. അവരുടെ ഹോപ്പ് മുഴുവൻ അച്ഛനിലാട്ടോ. അടുത്ത മാസമല്ലേ? ലക്ഷ്മിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. ഒക്കെ നടക്കും. മോളുടെ മുമ്പിൽ വെച്ചല്ലേ അച്ഛൻ വാക്ക് കൊടുത്തത്? എനിക്കറിയാം അച്ഛാ. യു നെവർ ലെറ്റ് മീ ഡൗൺ. പിന്നെന്താ, ഇതെന്റെ മോളുടെ അഭിമാനമാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അത് നഷ്ടപ്പെട്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലേ രശ്മി? മോള് ചെന്ന ഡ്രസ്സൊക്കെ മാറ്റം. എനിക്കിതിലൊന്നും അങ്ങോട്ട് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണെന്ന് അങ്ങോട്ട് തോന്നണമില്ല. അത്ര മാത്രം തടസ്സങ്ങളാ. ഹോ, അല്ല ഈ ഒരുമാതിരി പാമ്പും കൂടിയും കളി പോലെ ഏത് നേരവും പാമ്പിന്റെ വായിപ്പെട്ട് താഴേക്ക് പോരല്ലേ. എന്നാ കോണിയുടെ അടുത്തെത്തുമ്പോഴോ കരിയോട്ട് വീഴൂല്ല. ആവശ്യത്തിന് എണ്ണം വീണാലല്ലേ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കരു നമ്മുടെ ഇഷ്ടത്തിന് വീണെങ്കിലേ മോളിൽ കിടന്ന് തിരിയണ ഒരുപാട് പേര് വിചാരിക്കണം. അജേട്ടാ, ഈ വാവടക്കുമ്പോ ചിലർക്ക് ഭ്രാന്ത് കൂടുന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പിന്നെ ഈ ലോകത്തുള്ളവരെ മുഴുവൻ ചന്ദ്രൻ മുകളിൽ നിന്ന് ആകർഷിക്കുന്നുണ്ട്. ചന്ദ്രൻ ഒന്ന് വീക്കായാൽ മനസമാധാനം അപ്പ പോകും. നീ ഇതൊക്കെ എന്നാ മനസ്സിലാക്കിയത്? ഒരു തവണ ദേവറാം സാറിന്റെ അടുത്ത് ചെന്നാൽ അജയേട്ടന് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. അല്ല, ഈ ദേവറാം എന്ന് പറയുന്നത് അത്ര വലിയ ജോത്സ്യനും മാന്ത്രികനൊന്നുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പുകാരനും അല്ല. ദേ, എന്റെ കയ്യിൽ തിലകമണി കണ്ട, മൂപ്പര് തന്നതാ. ഇതിട്ടേ പിന്നെ ഒരു പ്രോബ്ലം എന്നെ ബാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന എങ്ങനെയാ? മൂപ്പര് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടാ. എന്നാലും ഈ ആൾ ദൈവം എന്നൊക്കെ പറയുമ്പോ ഇത് ദൈവമാണെന്ന് ആര് പറഞ്ഞു? സയൻസ് ആണ്. മൂപ്പര് ശരിക്കും സയന്റിസ്റ്റാ. സയൻസിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സയൻസ് സത്യ. ഞാനൊരു ജാലവിദ്യക്കാരനല്ല, ജ്യോതിഷിയല്ല, സന്യാസിയല്ല. സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായ ഞാൻ ഭൂമിയിൽ അസംഖ്യം ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. നമ്മെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ താങ്കൾ കടന്നു വന്നപ്പോൾ അപാരമായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ വസ്ത്രം കൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അസാരമായ ദൈവാധീനമുള്ള ഒരാളാണ് എന്നെ തേടി വന്നിരിക്കുന്നതെന്ന്. പറയൂ, ശനിയാഴ്ച ധരിക്കേണ്ടുന്ന നിറം കറുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ന് താങ്കൾ കറുപ്പ് ഷർട്ടിട്ടത്?
ഹിന്ദു മിത്തോളജി പ്രകാരം ഓരോ ദിവസത്തിനും ഓരോ നിറമാണ് പഥ്യം. ഉദാഹരണത്തിന് ഞായർ സൂര്യന്റെ ദിവസമാണ്, അന്ന് ധരിക്കേണ്ടത് ചുവപ്പ് നിറം. തിങ്കൾ ചന്ദ്രന്റെ ദിവസമാണ്, മഞ്ഞ. ചൊവ്വ അതായത് മാർസ്, അന്ന് ധരിക്കേണ്ടത് മെറൂൺ. ബുധൻ മർക്കുറി, പച്ച. വ്യാഴത്തിന് ഓറഞ്ച്. വെള്ളി ശുക്രൻ, നീലയോ വെള്ളയോ അഭികാമ്യം. ശനി എന്നാൽ സാറ്റേൺ, അതുകൊണ്ട് കറുപ്പ്. അയ്യോ, അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ ഷർട്ട് ഇട്ടത്. മനസ്സിലായി? അതറിയാവുന്നവർ കോസ്മിക് ലോ അനുസരിക്കുന്നവരാണ്. ദൈവാധീനമുള്ള ചിലരാകട്ടെ അവരറിയാതെ തന്നെ ആ നിറം തിരഞ്ഞെടുക്കുന്നു. താങ്കൾ അങ്ങനെ ഒരാളാണ്.